കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളും ഷെക്കീന ടിവിയെ സ്നേഹിക്കുന്നവരുമായ എൻ്റെ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യും. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയം നമ്മുടെ നാട്ടിൽ പാലക്കാട് അടുത്തുള്ള കഞ്ചിക്കോട്ട് റാണി ജോൺ എന്ന സഹോദരിക്ക് പ്രത്യക്ഷപ്പെട്ട് നൽകിയ വിലയേറിയ സന്ദേശങ്ങളാണ് ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നാം കാണുവാൻ പരിശ്രമിച്ചത്. പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യവും പരിശുദ്ധ അമ്മയുടെ ഈ ലോകത്തിലെ ഇടപെടലുകളും ഒരുപക്ഷെ ഈ ലോകത്ത് നാം ജീവിച്ചിരിക്കുമ്പോൾ സംശയദൃഷ്ടിയോട് കൂടി ഒരുപക്ഷെ നാം നോക്കി കാണുന്ന സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും സംശയദൃഷ്ടിയോടുകൂടി ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ നാം ചിന്തിക്കുന്ന നിമിഷങ്ങളുണ്ട്. തീർച്ചയായും അവിടെയും ഇവിടെയുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എല്ലാം ഏറ്റെടുക്കുന്നതും ഉചിതമല്ല. തീർച്ചയായും നമ്മൾ അത് വിശകലനം ചെയ്യണം, മനസ്സിലാക്കണം, ആത്മാവിനെ നമ്മൾ തിരിച്ചറിയണം. ഇത് പരിശുദ്ധ അമ്മയിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് വരുന്നതാണോ അതോ മറ്റേതെങ്കിലും ദുരാത്മാക്കളുടെ പ്രവർത്തനമാണോ എന്ന് തിരിച്ചറിയണം. കാരണം സാത്താൻ പ്രഭാപൂരിതനായ മാലാഖയുടെ വേഷം കെട്ടി വരുന്നതിനെ കുറിച്ച് നമ്മൾ വചനത്തിലൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വിവേചന വരം നമുക്കുണ്ടെങ്കിലാണ് ആത്മാക്കളെ വിവേചിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ ആത്മാക്കളെ തിരിച്ചറിയാൻ വിവേകത്തോടും വിവേചനത്തോടും കൂടി തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നാം പരിശോധിക്കണം, മനസ്സിലാക്കണം. എന്നാൽ ഇത് പരിശുദ്ധ അമ്മയുടെ വ്യക്തമായ ഇടപെടലാണ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സഭയോ ആ രൂപതയുടെ മെത്രാനോ ഈ സത്യം തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച് ആളുകൾക്ക് അവിടെ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ അനുവാദം തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് സംശയിക്കേണ്ട കാര്യമില്ല. കാരണം സഭയും ലോക്കൽ മെത്രാനുമൊക്കെ ഇപ്രകാരമുള്ള എന്തെങ്കിലുമൊക്കെ ദൈവികമായ ഇടപെടലൊക്കെ കാണുമ്പോൾ പെട്ടെന്നൊന്നും അംഗീകരിച്ച് നമുക്ക് അത് പ്രാർത്ഥിക്കാനൊന്നും ഏൽപ്പിച്ചു തരില്ല. അവരത് പരിശോധിക്കും, പഠിക്കും, പ്രാർത്ഥിക്കും. നീണ്ട വർഷങ്ങൾ പരിശോധനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും കടന്നുപോയി സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് മാത്രമേ സഭയും ലോക്കൽ മെത്രാനുമൊക്കെ ഇപ്രകാരമുള്ള ചില അസ്വാഭാവികമായ ഇടപെടലുകൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി അതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം നമുക്ക് നൽകുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ അസ്വാഭാവികമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഓടിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ട കാര്യമില്ല. സഭ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക, ലോക്കൽ മെത്രാൻ അതിന് അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്ന് നോക്കുക. സഭ അംഗീകരിച്ചൊരു കാര്യമാണെങ്കിൽ, ലോക്കൽ മെത്രാൻ അതിന് അനുവാദം നൽകിയിരിക്കുന്ന കാര്യമാണെങ്കിൽ പിന്നെ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ സഭാ മക്കളാണ്. ഇവിടെയുള്ള സഹോദരങ്ങളെ, സഭ അംഗീകരിച്ച പരിശുദ്ധ അമ്മയുടെ വ്യക്തമായ ഇടപെടലുകൾ ഈ ലോകത്ത് പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ സന്ദേശങ്ങളൊക്കെ പരിശുദ്ധ അമ്മയിൽ നിന്ന് വ്യക്തമായി നമുക്ക് ലഭിച്ചിട്ടും ഈ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കാതിരിക്കുന്ന ജനം, അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളോട്
മറുതലിച്ചു നിൽക്കുന്ന സമൂഹം. ഇപ്രകാരമുള്ള സമൂഹങ്ങൾ തീർച്ചയായും പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം നൽകിയിരിക്കുന്ന അധികാരവും അംഗീകാരവും തിരിച്ചറിയണം. അവരും പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ സ്നേഹത്തോടുകൂടി ഏറ്റെടുത്തെങ്കിൽ മാത്രമേ അവർക്കും സ്വർഗത്തിന്റെ ഈ ഇടപെടലുകൾ അനുഗ്രഹമായി മാറുകയുള്ളൂ. പരിശുദ്ധ അമ്മ റാണി ചേച്ചിയുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ അത് തീർച്ചയായും സഭ അത് അംഗീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാനും അവിടെ പോയി ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സന്ദേശങ്ങൾ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. റാണി ചേച്ചി പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സന്ദേശങ്ങളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞ് ചില ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ അനുഭവവും ചേച്ചിക്ക് ലഭിച്ചിട്ടുണ്ട്. റാണി ചേച്ചിയുടെ അടുത്ത് ചില ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ പ്രാർത്ഥനയ്ക്കായിട്ട് വരികയും പ്രാർത്ഥന യാചിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പല വ്യക്തികൾക്കും, വിശുദ്ധ നമുക്കറിയാം യൂപ്രാസ്യ അമ്മയ്ക്കും അതുപോലെ മറിയം ത്രേസ്യയ്ക്കൊക്കെ അവർ ജീവിച്ചിരുന്നപ്പോൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ അനുഭവം ലഭിച്ചിട്ടുണ്ട്. ഇതൊന്നും ആദ്യമായിട്ടല്ല ഈ ലോകത്തിൽ ലഭിക്കുന്നത്. അനേകർക്ക് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ പ്രത്യക്ഷപ്പെടുകയും പ്രാർത്ഥന യാചിക്കുകയും ചെയ്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ അനുഭവം റാണി ചേച്ചിക്ക് ലഭിച്ചപ്പോൾ ഒരു പ്രാവശ്യം റാണി ചേച്ചി പറയുകയാണ്, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ചേച്ചിയുമായിട്ട് പങ്കുവെച്ചത് ശുദ്ധീകരണത്തിലായിരിക്കുമ്പോൾ അവർക്ക് ഏറ്റവും ആശ്വാസവും സന്തോഷവും കിട്ടുന്ന നിമിഷം പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലത്തിൽ കടന്നു ചെല്ലുന്ന നിമിഷമാണെന്ന്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം ലഭിക്കുന്ന. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യവും വിശുദ്ധ കുർബാനയിൽ നമ്മൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ തിരക്തത്തിന്റെ സംരക്ഷണം അവർക്ക് ലഭിക്കുന്നു. അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് അവർക്ക് ഏറ്റവും ആശ്വാസപ്രദമായി മാറുന്നതെന്ന് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ പങ്കുവെച്ചൊരു കാര്യം ചേച്ചി പറയുന്നത് ഇപ്രകാരമാണ്. അവർ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടന്ന് വേദനിക്കുകയാണ്. എന്തു പറഞ്ഞുകൊണ്ട്? ഞങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയെ വേണ്ട രീതിയിൽ സ്നേഹിക്കുവാൻ പരിശ്രമിച്ചില്ലല്ലോ. ശുദ്ധീകരണത്തിൽ എന്ന അമ്മ ആരാണെന്ന് മനസ്സിലായി, അമ്മയുടെ ശക്തി എന്താണെന്ന് മനസ്സിലായി, സ്വർഗ അമ്മയ്ക്ക് നൽകിയിരിക്കുന്ന അംഗീകാരവും അധികാരവും എന്താണെന്ന് മനസ്സിലായി. അമ്മ ശുദ്ധീകരണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ശുദ്ധീകരണത്തിൽ അവർക്കുണ്ടാകുന്ന ആ സന്തോഷവും ആ ആശ്വാസവും ഒക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ പറയുകയാണ്, ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ ഈ അമ്മയെ മനസ്സിലാക്കാനോ അമ്മയെ അല്പം കൂടി സ്നേഹിക്കുവാനോ ഞങ്ങൾക്ക് സാധിച്ചില്ലല്ലോ എന്നോർത്ത് അവർ വിഷമിക്കുകയാണ്. പരിശുദ്ധ അമ്മ നിസ്സാരയല്ല. പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ വെറും ഒരു സാധാരണ സംഭവമല്ല. പരിശുദ്ധ അമ്മ നൽകുന്ന സന്ദേശങ്ങൾ അത് ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അത് സ്വർഗത്തിന് വേണ്ടി നമ്മൾ ഒരുക്കുന്ന സ്വർഗീയ ദൂതുകൾ തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾക്ക് നമ്മൾ കാതോർക്കണം. ഇത് ശുദ്ധീകരണത്തിൽ കിടന്ന് ആത്മാക്കൾ വിലപിക്കുകയാണ്, ഈ ലോകത്ത് ജീവിച്ചപ്പോൾ അമ്മയെ അല്പം കൂടി സ്നേഹിക്കാൻ പരിശ്രമിച്ചില്ലല്ലോ, അമ്മയെ ശ്രവിക്കാൻ പരിശ്രമിച്ചില്ലല്ലോ, അമ്മ നൽകിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാനോ ആ അല്പം കൂടി പ്രാവർത്തികമാക്കാനോ സാധിച്ചില്ലല്ലോ. ഈ വിശുദ്ധയെ, പരിശുദ്ധ അമ്മയെ ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ അംഗീകരിക്കാതെ പോയ, അല്ലെങ്കിൽ അംഗീകരിച്ചെങ്കിലും വേണ്ട രീതിയിൽ സ്നേഹിക്കാതെ പോയ നിമിഷങ്ങളോർത്ത് വിലപിക്കുന്ന ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ അനുഭവം റാണി ജോൺ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ യാഥാർത്ഥ്യമാണ്. ശുദ്ധീകരണത്തിലെ ആത്മാക്കളുടെ ഈ ലോകത്തിലുള്ള ഇടപെടലുകൾ യാഥാർത്ഥ്യമാണ്. ദൈവത്തിൽ നിന്ന് പ്രത്യേക അനുവാദം വാങ്ങി അവർ ഈ ലോകത്ത് പലരുടെ അടുത്തും പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് തിരുസഭ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കൂടെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഓരോ വിശുദ്ധ കുർബാനയിലും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ വിശുദ്ധ കുർബാനയിലും ഏത് രീതിയിലാണെങ്കിലും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ വിശുദ്ധ കുർബാന മധ്യേ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ശുദ്ധീകരണത്തിലെ ആത്മാക്കളാണ് റാണി ചേച്ചിയുമായി പങ്കുവയ്ച്ചത് പരിശുദ്ധ അമ്മയെ അല്പം കൂടി സ്നേഹിക്കുവാൻ
ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾ പരിശ്രമിച്ചില്ലല്ലോ എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്ത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ഈ എപ്പിസോഡിൽ നാം മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുക. പരിശുദ്ധ അമ്മ കഞ്ചിക്കോട് റാണിച്ചേച്ചിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചില മേഖലകൾ പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞു, മകളെ, എൻ്റെ വിമല ഹൃദയം എത്രമാത്രം വേദനിക്കുന്നു. അമ്മ പറഞ്ഞു കൊടുത്തു, ഈശോയെ ദേവാലയത്തിൽ ശിമിയോന്റെ കരങ്ങളിലൂടെ ദൈവത്തിന് കാഴ്ചവെച്ചപ്പോൾ ശിമിയോൻ പ്രവചിച്ചു, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും. ഈശോയുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഈശോ കടന്നുപോയ ആ പീഡാസഹനം മുഴുവനും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ കീറിമുറിച്ച വാളായിരുന്നുവെന്ന് നമുക്കറിയാം. അമ്മയുടെ വിമല ഹൃദയം ഇപ്പോഴും മുറിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല വാളുകളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ ഇപ്പോഴും കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരമുള്ള ചില വാളുകളെ കുറിച്ചാണ് പരിശുദ്ധ അമ്മ ഇന്ന് പങ്കുവയ്ക്കുക. ഒന്നാമത്തെ കാര്യം പരിശുദ്ധ പങ്കുവയ്ക്കുന്നത് ഇപ്രകാരമാണ്: അഹന്തയും സ്വാർത്ഥതയും നിറഞ്ഞ ദൈവമക്കൾ പാപത്തിനും തിന്മയ്ക്കും തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്നത് കണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വേദനിക്കുന്നു. അഹന്ത, സ്വാർത്ഥത, ഈ രണ്ട് കാര്യങ്ങൾ ഇന്ന് ലോകത്തെ കാറും തിന്നുകൊണ്ടിരിക്കുകയാണ്. അഹങ്കാരം മൂലം മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഞാനെന്ന ഭാവം, ഞാൻ ചെയ്തെങ്കിലേ ഇതൊക്കെ ശരിയാക്കുകയുള്ളൂ എന്നുള്ള ചിന്ത, ഞാൻ പറഞ്ഞ കാര്യം അംഗീകരിച്ചെങ്കിലേ ഇനി ഞാൻ സഹകരിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് മാറി നിൽക്കുന്ന അവസ്ഥ, എവിടെയും ഞാൻ അഹം, എന്നെ ഉയർത്തണം, എനിക്കുയരണം എന്നുള്ള ചിന്ത. അഹങ്കാരം അത് തിന്മയിൽ സാത്താനിൽ നിന്ന് വരുന്നു. അവൻ അഹങ്കാരിയാണ്. അതിന് പരിശോധന പറയുക, മക്കളെ, ഇന്ന് നിങ്ങൾ പരിശോധിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ അഹങ്കാരം വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അഹങ്കാരം വളർന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റാരെയും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിൽ നീ അന്ധമായി പോകും. മറ്റാരിലും നന്മ കാണാൻ സാധിക്കാത്ത രീതിയിൽ നിന്റെ കണ്ണുകൾ അന്ധമാകും. അതുകൊണ്ട് അഹങ്കാരം വളരുന്ന വ്യക്തികൾ അവൻ പതിയെ പാപത്തിൽ ചെന്ന് പതിക്കുന്നു. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർക്കുകയാണ്, അഹങ്കാരത്തോടൊപ്പം തന്നെ വളരുന്ന മറ്റൊരു തിന്മയാണ് സ്വാർത്ഥത. എല്ലാം എനിക്ക് വേണം, എല്ലാം എൻ്റെ നേട്ടത്തിന് വേണ്ടി. ഓരോ ബന്ധങ്ങൾ പോലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കപ്പെടുന്ന സാഹചര്യം. കുടുംബങ്ങളിൽ അഹങ്കാരവും സ്വാർത്ഥതയും നിറഞ്ഞു കഴിയുമ്പോൾ മത്സര ബുദ്ധിയോടുകൂടി സഹോദരങ്ങൾ തമ്മിലടിക്കുന്ന അവസ്ഥ. ഇപ്രകാരം അഹങ്കാരവും സ്വാർത്ഥതയും മൂലം മനുഷ്യമക്കൾ പാപത്തിനും തിന്മയ്ക്കും വിട്ടുകൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ വേദനിപ്പിക്കുന്ന കാലഘട്ടമാണിതെന്ന് പരിശുദ്ധ അമ്മ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്ദേശം നമ്മൾ ശ്രമിക്കുമ്പോൾ ഇന്ന് നമ്മളൊന്ന് പരിശോധിക്കണം, നമ്മൾ ആത്മശോധന ചെയ്യണം. അഹങ്കാരത്തിന്റെ വാക്കുകൾ എന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ അഹങ്കാരത്തിന്റെ വാക്കുകൾ ഉച്ചരിക്കാറുണ്ടോ? ഞാൻ അഹങ്കാരത്തിന്റെ വിത്ത് എന്നിൽ വളർന്ന് അത് ചെടിയായി വൃക്ഷമായി മാറുന്ന അപകടകരമായ സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കണം. രണ്ടാമതായി സ്വാർത്ഥത. ഞാനെല്ലാം സ്വാർത്ഥതയോടുകൂടി ചെയ്യുകയാണോ? സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണോ എൻ്റെ എല്ലാ ഇടപെടലുകളും? അതോ നിസ്വാർത്ഥമായി മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അത് കുടുംബത്തിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, ഇടവകയിലായിക്കോട്ടെ, ജോലി സ്ഥലങ്ങളിലായിക്കോട്ടെ, സ്വാർത്ഥമതിയാണോ ഞാൻ? അതോ നിസ്വാർത്ഥമായി മറ്റുള്ളവരെ ഇടപെടുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ
പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അമ്മയുടെ വിമല ഹൃദയം ഈ കാലഘട്ടത്തിൽ വേദനിക്കുന്ന മേഖലകളാണ് അഹങ്കാരവും സ്വാർത്ഥതയും നിറഞ്ഞ് ദൈവമക്കൾ പാപത്തിലേക്ക് വഴുതി വീഴുന്നത് കാണുന്ന. രണ്ടാമതായി പരിശുദ്ധ അമ്മ പറയുകയാണ്, അമ്മയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, വിമല ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ രക്തത്തിൻ്റെ നിസ്സഹായ നിലവിളി. അബോർഷൻ എന്ന കൊടിയ ഭാവം, ഗർഭചിത്രം പല സ്ഥലങ്ങളിലും സംഭവിക്കുമ്പോൾ അമ്മ ചോദിക്കുകയാണ്, മക്കളെ, ഗർഭചിത്രത്തിനെതിരായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഈ ലോകത്ത് നീ തിന്മ ഉന്മൂലനം ചെയ്യപ്പെടുന്നതിന് വേണ്ടി നീ അല്പം ത്യാഗം ചെയ്യാറുണ്ടോ? നീ പരിശ്രമിക്കുന്നുണ്ടോ? നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? നീ ഇതിനെതിരായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടോ? ഈ ഒരു പാപത്തെ ഞാൻ ഗൗരവമായി എടുക്കുന്നുണ്ടോ? പരിശുദ്ധ അമ്മ ചോദിക്കുകയാ. അമ്മയുടെ വിമല ഹൃദയത്തിന്റെ കീറിമുറിക്കുന്ന വലിയ ഒരു വാളാണ് ഈ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ഒരുപക്ഷെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അബോർഷനെ സപ്പോർട്ട് ചെയ്യുകയോ അബോർഷൻ നടത്തുകയും ചെയ്യുന്ന വ്യക്തികൾ അല്ലായിരിക്കാം. എങ്കിലും നമ്മൾ ഒരുപക്ഷെ നിസ്സംഗരായി നമ്മൾ നിൽക്കാൻ പാടില്ല. നമ്മൾ ഇൻഡിഫറൻ്റ് ആയിട്ട് നിൽക്കാൻ പാടില്ല. നമ്മൾ പ്രാർത്ഥിക്കണം. ചിലപ്പോൾ ചില ത്യാഗങ്ങൾ ചെയ്ത് ഈ വലിയ തിന്മ ഈ ലോകത്ത് ഉന്മൂലനം ചെയ്യപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ നടിച്ച് മുന്നോട്ട് പോകാനല്ല. നമ്മൾ ഇത് ലോകത്തെ തകർക്കുന്ന വലിയൊരു മേഖലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും പരിഹാരം ചെയ്യുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അമ്മയുടെ വിമല ഹൃദയത്തെ കീറിമുറിക്കുന്ന ഈ വലിയ വാൾ തകർന്നു പോകുന്നതിന് വേണ്ടി അമ്മയുടെ മക്കളെന്ന നിലയിൽ നാം പ്രത്യേകം പ്രാർത്ഥിക്കണം, പരിഹാരം ചെയ്യണം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ വേദനിപ്പിക്കുന്ന മറ്റൊരു മേഖലയാണ് കുടുംബങ്ങളുടെ തകർച്ച. അമ്മയാണ് ഇന്ന് കുടുംബങ്ങൾ ദൈവം ഒരുപാട് ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് ഓരോ കുടുംബങ്ങളെയും ഉറ്റുനോക്കുന്നത്. ദൈവം വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ഓരോ കുടുംബങ്ങളിലേക്ക് ഓരോ കുഞ്ഞുങ്ങളെ നൽകുന്നത്. എന്നാൽ ഇന്ന് പലപ്പോഴും കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ കുടുംബജീവിതത്തിന്റെ മഹിമയും മഹത്വവും തിരിച്ചറിയാതെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അഹങ്കാരം കൊണ്ടും സ്വാർത്ഥത കൊണ്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ടും ഞാനെന്ന ഭാവം കൊണ്ടും കുടുംബജീവിതങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് പരിശുദ്ധ അമ്മ പറയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ടെന്ന് ചിന്തിക്കണം. കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി ഞാൻ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പരിശോധിക്കണം. എൻ്റെ കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി ഞാൻ എത്രമാത്രം ത്യാഗം ചെയ്യുന്നുണ്ട് എന്ന് പരിശോധിക്കണം. കുടുംബത്തിന്റെ ഭദ്രത അത് പരിശുദ്ധ അമ്മ പറയുകയാ, നീ പ്രാർത്ഥിച്ച് നേടിയെടുക്കണം, നീ ത്യാഗം ചെയ്ത് നേടിയെടുക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നല്ല. കാരണം കുടുംബത്തെ തകർക്കുവാൻ ഒരുപാട് ശക്തികൾ ഈ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം കുടുംബം ഇല്ലാതായാൽ സമൂഹം ഇല്ലാതാകും, കുടുംബം ഇല്ലാതായാൽ സഭ ഇല്ലാതാകും. അവിടെ ഈ ലോകത്ത് സാത്താൻ ഭയക്കുന്ന സംവിധാനങ്ങളാണ് കുടുംബവും സഭയുമെല്ലാം. അതുകൊണ്ട് കുടുംബത്തെ തന്നെ തകർക്കുവാൻ സാത്താൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കുടുംബജീവൻ നയിക്കുന്ന മക്കൾ ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അവരെ വളർത്താനായിട്ട് പരിശ്രമിക്കുക. കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒന്നിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ സന്ധ്യാപ്രാർത്ഥനയിൽ വളരണം. മാതാപിതാക്കളും മക്കളും ഒന്നിച്ച് പ്രാർത്ഥിച്ച് കുടുംബത്തെ വളർത്തണം. ഈ കുടുംബത്തിൽ പരസ്പരം അംഗീകരിക്കുകയും പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. പല കുടുംബങ്ങളിലും കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്താലും ഒരു അംഗീകാരമില്ല, എന്ത് ചെയ്താലും ഒരു നല്ല വാക്ക് പറയാനില്ല. എത്ര നല്ല കാര്യം ചെയ്താലും കുറ്റപ്പെടുത്തലുകൾ മാത്രം. അത് ശരിയായില്ല, ഇത് ശരിയായില്ല. എന്നാൽ മറ്റുള്ളവരെ വളർത്തുവാനുള്ള വാക്കുകൾ
ഉച്ചരിക്കുവാൻ സാധിക്കാത്ത ദമ്പതിമാർ, പരസ്പരം കുറ്റപ്പെടുത്തുകയും പഴിചാരുകയും മാറ്റി നിർത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ദമ്പതിമാർ കുടുംബജീവിതങ്ങളെ തകർക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുന്നത്, കുടുംബജീവിതം ഭദ്രതമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ അഹങ്കാരം വെടിയണം, സ്വാർത്ഥത വെടിയണം, ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കണം. പരസ്പരം പ്രാർത്ഥനയിൽ വേണം കുടുംബജീവിതത്തെ വളർത്തുവാൻ. തകരുന്ന കുടുംബജീവിതങ്ങൾ പരിശുദ്ധ അമ്മയുടെ വലിയ വേദനയാണെന്ന് പരിശുദ്ധ അമ്മ പങ്കുവയ്ക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കണം, നമ്മുടെ കുടുംബജീവിതത്തെ ഭദ്രതയുള്ളതാക്കാൻ, ഭാസുരമുള്ളതാക്കാൻ എന്താണ് ഞാൻ വ്യക്തിപരമായി ചെയ്യുന്നത്? കുടുംബജീവിതത്തെ വളർത്തുവാനും ശക്തിപ്പെടുത്തുവാനും ഞാൻ എന്താണ് ചെയ്യുന്നത്? അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കണം, എൻ്റെ കുടുംബജീവിതത്തിൽ എന്നോട് ദൈവം ചേർത്ത് വെച്ചിരിക്കുന്ന വ്യക്തികളെ ഞാൻ തളർത്തുന്നുണ്ടോ? എൻ്റെ ഏതെങ്കിലും വാക്കുകളോ എൻ്റെ ഇടപെടലുകളോ എൻ്റെ ഉത്തരവാദിത്വമില്ലാത്ത പ്രവർത്തനങ്ങളോ എൻ്റെ കുടുംബജീവിതം തകരുവാൻ ഇടവരുന്നുണ്ടോ എന്നും പരിശോധിക്കുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. ദേവാലയത്തിന്റെ പരിശുദ്ധമായ അൾത്താരയിൽ വെച്ച് ദൈവം ആശീർവദിച്ചൊന്നിപ്പിച്ച കുടുംബങ്ങൾ ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. ഇവ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കുടുംബജീവിതത്തെ അനുഗ്രഹപ്രദമാക്കി മാറ്റുവാനും കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുവാനും പരിശുദ്ധ അമ്മ ഇന്നെല്ലാ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികളോട് ആവശ്യപ്പെടുക. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ വേദനിപ്പിക്കുന്ന മറ്റൊരു വലിയ ഘടകം പരിശുദ്ധ പറയുകയാണ്, എൻ്റെ പ്രിയ പുത്രിയായ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും എന്നെ വേദനിപ്പിക്കുന്നു. സഭ എന്ന് പറയുമ്പോൾ ആരാണ് പ്രിയമുള്ള സഹോദരങ്ങളെ? നമ്മൾ എല്ലാവരും സഭയുടെ മക്കളാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സഭയെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സഭയെന്ന് പറയുന്നത് നമ്മൾ മെത്രാന്മാരെയോ അല്ലെങ്കിൽ മാർപ്പാപ്പയോ ആണ് എന്ന് കരുതി അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും, ഒരു പുരോഹിതനായ ഞാൻ സഭയുടെ മകനാണ്. എന്നിലുള്ള പോരായ്മകൾ സഭയെ ബാധിക്കുന്നുണ്ട്. ഒരു അൽമായനാണെങ്കിലും നമ്മുടെ പോരായ്മകൾ സഭയെ ബാധിക്കുന്നുണ്ട്. ഒരു മെത്രാനാണെങ്കിലും ഒരു സന്യാസിയാണെങ്കിലും സമർപ്പിതരാണെങ്കിലും നമ്മുടെ പോരായ്മകൾ സഭയെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് സഭയിൽ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്ന് ശ്രദ്ധിക്കുവാൻ ഒരുപക്ഷെ നാം സമയം കണ്ടിട്ടില്ല. കാരണം ഈ ലോകത്തിന്റെ ആത്മാവ് സഭയെ നയിക്കുവാൻ ആരംഭിച്ചു കഴിയുമ്പോൾ ദൈവാത്മാവിനോടുള്ള ആലോചനയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾ ഏറ്റെടുക്കുവാനോ സഭാ മക്കൾ പരിശ്രമിക്കാതിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ആത്മാവ് അവരെ നയിക്കുവാൻ തുടങ്ങും. അത് ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, സമർപ്പിതരാകാം, സന്യസ്തരാകാം, വൈദികരാകാം, സഭാ നേതൃത്വത്തിൽപ്പെട്ട ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ദൈവാത്മാവിനോട് ആത്മാർത്ഥമായ ആലോചന ചോദിച്ച് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവാൻ നമ്മളെ തന്നെ വിട്ടുകൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മളെ നയിക്കുന്നത് ലോകത്തിന്റെ അരൂപിയായിരിക്കും, ദുരാത്മാവായിരിക്കും. അതിൻ്റെ പ്രവർത്തനമാകാം സഭയിൽ പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്ന, കാണാൻ പാടില്ലാത്ത പല പ്രവർത്തനങ്ങളും സംഭവങ്ങളും. പരിശുദ്ധ അമ്മ പറയുകയാണ്, ഇവയെല്ലാം എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ചെന്നെത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിലൊന്നും ചെന്നെത്തുന്നില്ലെങ്കിലും ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ അമ്മയുടെ ഹൃദയം വേദനിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ആശ്വാസമായി മാറുവാൻ
നീ ഇന്ന് തയ്യാറാണോ എന്ന് പരിശുദ്ധി അമ്മ ചോദിക്കുകയാണ്. അമ്മയുടെ വിമല ഹൃദയത്തെ വേദനിപ്പിക്കുന്ന മക്കളെ അതിൽ നിന്നൊക്കെ മോചിപ്പിക്കുവാൻ, കൂടുതൽ പ്രാർത്ഥിക്കുവാനും, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും, പരിഹാരം ചെയ്യുവാനും നമ്മൾ തയ്യാറാണോ എന്നാണ് പരിശുദ്ധി അമ്മ നമ്മോട് ചോദിക്കുന്നതും. ഇപ്രകാരം പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ തയ്യാറായ പ്രാർത്ഥനയിലൂടെയും പരിഹാര പ്രവൃത്തിയിലൂടെയും പരിശുദ്ധ അമ്മയ്ക്ക് ആശ്വാസമായി മാറാൻ തയ്യാറായ മക്കൾക്ക് വേണ്ടി പരിശുദ്ധി അമ്മ ഈ ലോകത്ത് അന്വേഷിക്കുകയും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയുടെ വിമല ഹൃദയത്തെ വേദനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ലോകത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിന് വേണ്ടിയും സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടൽ ഈ ലോകത്ത് സംഭവിച്ച് ഈ ലോകം മുഴുവനും സമാധാനം നിറയുന്നതിന് വേണ്ടി, ശാന്തി നിറയുന്നതിന് വേണ്ടി, എല്ലാ തിന്മയുടെ ദുരാത്മാക്കൾ ലോക ആരൂപി ഛിന്ന ഭിന്നമായി ദൈവാരൂപി സഭയെയും ഈ ലോകത്തെയും നയിക്കുവാനായി നമുക്ക് നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥനയിലൂടെയും പരിഹാരത്തിലൂടെയും പരിശുദ്ധ അമ്മയുടെ ആഗ്രഹപ്രകാരം അമ്മയുടെ വിമല ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന മക്കളായി തീരുവാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയിലൂടെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് നമുക്ക് നേടിയെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നാം എല്ലാവരോടും എന്നും എപ്പോഴും ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.